നമുക്ക് എല്ലാവർക്കും. ഇതാ 36-ാം സങ്കീർത്തനത്തിലൂടെ കർത്താവിൻ്റെ വചനം. ആർക്കാണ് അപ്പോൾ കർത്താവിൻ്റെ കരബലം പ്രകടമായത്? സങ്കീർത്തകൻ ചോദിക്കുന്നു, കർത്താവെ, എപ്രകാരമാണ് അങ്ങയുടെ ബലം ഞങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നത്? ഇതാ അന്യജനതകൾ പോലും നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ മഹത്വപ്പെടുത്തുന്ന ജനത്തിൻ്റെ അനുഗ്രഹം കാണുവാൻ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. അന്യജനതകൾ പോലും, നിന്നിൽ വിശ്വസിക്കാത്ത ജനത പോലും നിന്റെ സന്നിധിയിൽ നിന്നെ മഹത്വപ്പെടുന്ന ഞങ്ങളെ പോലെ അവരും അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുവാൻ. പ്രിയ മക്കളെ, കർത്താവ് വിളിച്ചിരിക്കുന്ന വെളിയിലേക്ക്, ഈ തിരുവത്താലേക്ക് സന്നിധിയില. ഇതാ വചനം പറയുകയാണ്, സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. നിന്നിൽ വിശ്വസിക്കാത്തവർ പോലും, അന്യജനത എന്ന് കരുതുന്നവർ പോലും നിന്റെ മക്കളായ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുന്നത് മൂലം അവരും അക്കാരണത്താൽ ഇവിടെ ആരാധിക്കുന്ന ഓരോ മക്കളുടെയും സ്തുതി ആരാധനയുടെ യോഗ്യതകളാൽ ദൈവശക്തി ദേശങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയാ. ഈശോയേ പാ ഈശോയേ പാ 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 ഈശോയേ വാദിക്കട്ടെ, വാചാത്ത വിശുദ്ധീകരിക്കട്ടെ. ഈശോയേ ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാ മക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിമിഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനേക മക്കളെ, പ്രിയ മക്കളെ, സംഗീതത്തിന്റെ വചനം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന കാരണം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുന്ന നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നു. എന്താണ് യഥാർത്ഥമായ അനുഗ്രഹം? എന്താണ് യഥാർത്ഥമായ അനുഗ്രഹം? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ആർക്കും അവിടുത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ആരിലാണോ ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ കടന്നു വരിക, എല്ലാവർക്കും കർത്താവിനെ ആരാധിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവശക്തി പ്രത്യേകമാംവിധമാരിലേക്ക് കടന്നു വരുന്നുവോ അവനെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ ആരാധിക്കുവാനും വിശ്വാസം കൊണ്ട് അവിടുത്തെ നിന്ന് ഏറ്റുപറയുവാനും സാധിക്കുന്ന ഈശോ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 9:31 വചനത്തിലാ അന്ധനായ അന്ധനായ ഒരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൻ്റെ വിശ്വാസത്തെ ആരും അംഗീകരിക്കുന്നില്ല. നിന്നെ ആരാണ് സുഖപ്പെടുത്തിയതാ ചോദിക്കുകയാണ് ഫരീസേ പ്രമാണിമാർ. അവന് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് സുഖപ്പെടുത്തിയത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ സുഖപ്പെടുത്തിയ മനുഷ്യൻ എനിക്കറിയില്ല, എന്നാൽ അവൻ ഒരു ശക്തിയുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവിനെ ഏറ്റു പറയുവാനായിട്ട് അവൻ എപ്രകാരം അവൻ്റെ വചനത്തെ അവൻ സാക്ഷ്യം ഇപ്രകാരം പറയുന്നു. 9:31 വചനം 33 വചനം കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുക. വചനം കേട്ട മക്കളെ, ദൈവം പാപികൾ, ആ മനുഷ്യ സാക്ഷ്യപ്പെടുത്തുകയാണ് കർത്താവിനെ. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്നറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന അവിടെ ശ്രവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിനക്ക് അയോഗ്യത തോന്നുന്നവ ഉണ്ടെങ്കിൽ പോലും എൻ്റെ കർത്താവേ, ഈ സന്നിധിയിലേക്ക് എന്നെ എടുത്ത് വയ്ക്കുവാനായിട്ട് അയോഗ്യത ഉണ്ടെന്ന് തോന്നുന്ന ജീവിതങ്ങളിൽ പോലും അവിടുത്തെ വചനം പാലിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന വിചാരങ്ങള്, അനുഭവങ്ങള്, അങ്ങനെയുള്ളവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെങ്കിൽ പോലും ദൈവത്തെ ആരാധിക്കുകയും
അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഇതാ പത്രോസും ശീലാസും തടവറയിൽ കിടന്ന് ആരാധിക്കുകയാണ് കർത്താവിനെ. ആരാധിച്ചപ്പോൾ തടവറയിൽ അനുഗ്രഹത്തിൻ്റെ മഴ ഇറങ്ങി വന്നു. അവൻ യേശുവിൻ്റെ നാമം ആരാധിച്ചപ്പോൾ അവൻ പരിപൂർണനായും ബന്ധിതനായി മാറി. അവൻ പരിപൂർണമായും സ്വതന്ത്രനായി മാറി. അവൻ്റെ ബന്ധനങ്ങൾ അഴിക്കപ്പെട്ട പത്രോസും ശീലാസും ബന്ധിതനായിട്ട് യേശുനാമത്തിൻ്റെ ആരാധന, അവിടുത്തെ സ്തുതി അവനെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ദൈവശക്തിയിൽ ആരാധനയിൽ പരിപൂർണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ഒരുപാട് ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഒരുപാട് വേദനകൾ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെക്കാൻ നിനക്ക് എത്രയോ കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയ മകനെ, മകളെ, കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ട എത്രയോ പുസ്തകങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ കുടുംബത്തെക്കുറിച്ചാ, നിൻ്റെ മക്കളെക്കുറിച്ചാ, നിൻ്റെ ഭർത്താവിനെ ഓർത്ത, നിൻ്റെ ജോലി മേഖലകളെ ഓർത്ത, ഒരിക്കലും ശരിയാകാത്ത ചില ജീവിത പ്രതിബന്ധങ്ങളെ ഓർത്ത്, ഒരിക്കലും ശരിയാകാത്ത ചില പാപങ്ങളുടെ വഴികളെ, ഒരിക്കലും ശരിയാകാത്ത ചില ബന്ധങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുമ്പോൾ, വചനം കൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ വിടുതൽ ലഭിക്കാൻ ആത്മാവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇറങ്ങി വന്ന ഈ ആരാധന മണിക്കൂറിൽ എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം നിറഞ്ഞ് ഒഴുകുന്ന ഒരുപാട് കണ്ണീരിൻ്റെ പ്രാർത്ഥനയുണ്ട് കർത്താവേ. നിറഞ്ഞ് പൊട്ടിപ്പോകുന്ന, ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരുപാട് പ്രാർത്ഥനയുണ്ട് കർത്താവേ, നിലവിളിയുണ്ട് കർത്താവേ. വിശ്വാസത്തോടെ ഉയർത്തുന്ന ഈശോയേ, അപ്പാ, യേശുവേ, ശക്തിയാ നിറക്കണമേ കർത്താവേ, വചനത്തിൽ ശക്തിയാ നിറക്കണമേ. മർക്കോസ് 5:35 വചനം കൊണ്ട് ഈശോയേ, ഈശോയേ സത്യപ്പെടുത്തണമേ, ഈശോയെ സത്യപ്പെടുത്തണമേ, ഈശോയെ ഈശോ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണമേ, ജീവിതത്തിലേക്ക് ശക്തി ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിന് ശക്തി നിറയണമേ. ആത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് നിറയണമേ കർത്താവേ. മൂടപ്പെട്ട നയനങ്ങൾ തുറക്കണമേ കർത്താവേ, അടഞ്ഞുപോയ ഹൃദയങ്ങൾ തുറക്കണേ കർത്താവേ, വേദനിക്കുന്ന ജീവിതങ്ങളെ തൊടണേ കർത്താവേ. ഒരുപാട് കവാടങ്ങൾ അടഞ്ഞുപോയി കർത്താവേ ജീവിതത്തിൻ്റെ. വചനം കൊണ്ട് ഈ നിമിഷം കർത്താവേ, തിരുസാന്നിധ്യം കൊണ്ട് കർത്താവേ, സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും വിശുദ്ധ കൂദാശകളുടെ യോഗ്യതകൾ കൊണ്ട് ഈ വിശ്വാസ മക്കളുടെ കവാടങ്ങളെ തുറക്കണമേ അപ്പാ, തുറക്കണമേ അപ്പാ, തുറക്കണേ അപ്പാ, തുറക്കണമേ അപ്പാ. യേശുവേ, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ആത്മാവ് ശക്തിയാ നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവർക്കും ശാന്തമാകാം കർത്താവിൻ്റെ മുമ്പിൽ. പ്രിയമുള്ളവരെ, സമുദ്രങ്ങൾ ഇരമ്പുന്ന ശക്തിയോടെ ആത്മാവ് ഇരമ്പി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നിമിഷമാണല്ലോ ഇത്. വലിയ ആനന്ദം എല്ലാ ഹൃദയങ്ങളിലേക്കും കടന്നു വരുന്ന നിമിഷമാണ്. സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങേ സന്നിധിയിലാണ് എൻ്റെ ആനന്ദം,
അങ്ങയിൽ വസിക്കുന്നതാണ് എൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും. കർത്താവെ, അങ്ങേ സന്നിധിയിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണത അവിടുന്നിലാണ്. എല്ലാ മക്കളും ശാന്തമായിരിക്കട്ടെ. അനേക മക്കളോട് കർത്താവ് വ്യക്തിപരമായി സംസാരിച്ച ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ചലനം നൽകിയ ആരാധന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും വലിയ സമർപ്പണത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ പ്രിയമുള്ളവരെ, ആരാധന എന്ന് പറയുന്നത് എന്താണ്? ആരാധന അത് ഞാൻ കർത്താവുമായി സൃഷ്ടിച്ചെടുക്കുന്ന, ഞാൻ കർത്താവുമായിട്ട് ആഴപ്പെടുന്ന ഒരു ബന്ധത്തിൻ്റെ ഫിസിക്കൽ എക്സ്പ്രഷനാണ് ആരാധന. ഒരു ആത്മബന്ധത്തിൻ്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്, ഒരു ഫിസിക്കൽ എക്സ്പ്രഷനാണ് ആരാധന എന്ന് പറയുന്നത്. ഒരു ആത്മബന്ധം കാണിക്കുന്ന, കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളം കുരിശിൽ കാണിച്ചതുപോലെ ആരാധന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിൽ സൂക്ഷിക്കുന്ന, കർത്താവിന് കൊടുക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ, അധരങ്ങളുടെ എക്സ്പ്രഷനാണ് ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ പറയുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ഇവിടെ നമ്മൾ സങ്കീർത്തന വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പീഡിതരെയും ശത്രുക്കളെയും ലജ്ജിപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം, ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന എല്ലാ കൽപ്പനകളുടെയും അവസാനത്തെ സന്ദേശം അത് അവിടുത്തെ ആരാധിക്കാനുള്ള എന്നുള്ളതാണ്, അവിടുത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രമാണങ്ങളും ദൈവത്തിലേക്ക് ഉയരേണ്ട പരമമായ ആരാധനയുള്ളതാണ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്യില്ല എന്നാണ് അർത്ഥം. എല്ലാ കൽപ്പനകളും പാപം ചെയ്യരുതെന്ന് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ആത്മാവിൽ സൃഷ്ടിച്ചെടുത്ത ഒരു ബന്ധത്തിൻ്റെ ഫിസിക്കലായ, ശാരീരികമായ, ഭൗതികമായ എക്സ്പ്രഷനായിരിക്കണം എൻ്റെ ആരാധന. ഞാൻ എൻ്റെ കർത്താവിനെ, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, യേശുവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ദൈവശാസ്ത്രത്തെ പറയുന്നത് ലൈഫ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതമാണ്. ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ചെയ്തികൾ ജീവിക്കാൻ വേണ്ടിയാണ്. ലൈഫ് ഇൻ സ്പിരിറ്റ്, ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന ജീവിതമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ശരീരത്തെ ഒന്നിനും കൊള്ളില്ല, ആത്മാവിൽ അവിടുത്തെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ വ്യത്യാസമില്ല. യേശുക്രിസ്തുവിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ ദൈവജനം ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷകനായി ആരാധിക്കുമ്പോൾ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് സകല ജനങ്ങളിലെയും, അല്ലേ, അത് മതമേതൊന്നും അറിയാതെ, യാതൊരു മതവ്യത്യാസമില്ലാതെ യേശുവിനെ ആരാധിക്കുമ്പോൾ അവൻ ആത്മാവിൽ കർത്താവ് സത്യമാണെന്ന് ഏറ്റു പറയുകയാണ്.
ഈശോ പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദൈവാരാധന കാലങ്ങൾക്ക്, ദേശങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് അതീതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഐക്യത്തിലായിരുന്നു കൊണ്ട് ശരീരത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് യേശുനാമത്തെ ആരാധിക്കുമ്പോൾ സമഗ്രമായ മോചനം കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് തരും. സമഗ്രമായ മോചനം. പത്രോസിനെ മോചിപ്പിച്ചതുപോലെ, പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ദൈവസ്തുതി ആരാധിച്ചപ്പോൾ അവനെ പരിപൂർണമായിട്ടും കർത്താവ് മോചിപ്പിച്ചതുപോലെ, യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ അവന് സൗഖ്യം ലഭിച്ചു. ദൈവാരാധന അതൊരു ബന്ധത്തിൻ്റെ അവബോധമാണ്, ഒരു ബന്ധത്തെ തിരിച്ചറിയലാണ്, ഒരു ബന്ധത്തെ ആത്മാവിഷ്കാരം ചെയ്യലാണ്. അങ്ങനെ ആത്മാവിഷ്കാരം ചെയ്ത ബന്ധത്തെ ശരീരം കൊണ്ട് പ്രകടമാക്കുന്നു. 150-ാം സങ്കീർത്തനം കർത്താവ് പറയുകയാണ്, കൈകൾ ഉയർത്തി കിന്നരം മീട്ടി ഈ കാര്യങ്ങൾ കൊണ്ട് കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ. അവിടുന്ന് വലിയവനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്, പ്രപഞ്ചനാഥനാണ്. കിന്നരം മീട്ടിയും കൈകൾ ഉയർത്തിയും ശിരസ്സുയർത്തിയും. വിശുദ്ധ വചനത്തിൽ പല ഭാഗങ്ങളിൽ ആരാധനയുടെ ചില ഭാവങ്ങളെ എടുത്തു പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുട്ടുമേൽ നിന്ന് ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനങ്ങൾ കരഘോഷങ്ങൾ ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം നെടുവീർപ്പെട്ട കണ്ണീരൊഴുകി കർത്താവിനെ ഇതെല്ലാം ദൈവാരാധനയിലെ ഒരു ബന്ധത്തിൻ്റെ പ്രകടനമാണ്. എൻ്റെ പേര് മരിയ ഹിലാരി എന്നാണ്. സ്ഥലം നീരോടി, തമിഴ്നാട്ടിലുള്ളതാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു ആദ്യം. അതോടൊപ്പം പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. കാരണം ഈ സംഭവം നടന്നിട്ട് 8 മാസമായി. മോനെ കൊണ്ടുവരുവാൻ സാധിച്ചില്ല. അവൻ 12ാം ക്ലാസ് പഠിച്ച് ദിവസവും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം നിൽക്കുന്ന എൻ്റെ മകനാണ്. ഇവനെ ഒരു 8 മാസത്തിന് മുമ്പേ ഞങ്ങളുടെ വീട്ടു പരിസരത്ത് പാമ്പുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം രാത്രി 8 മണിക്ക് ടോയ്ലറ്റിൽ, പുറത്താണ് ടോയ്ലറ്റ്, പോയിട്ട് വന്നവൻ പറഞ്ഞ് എന്നെ എന്തരോ കയ്യിൽ കൊത്തിയതുപോലെ ഇരുന്ന്. എനിക്ക് ക്ഷീണം കാരണം ഞാൻ പറഞ്ഞ് അത് കടന്നൽ കൊത്തിയതായിരിക്കും. അവൻ എന്ത് ചെയ്ത് കയ്യിൽ കൊത്തിയ പാമ്പിൻ്റെ അടയാളത്തിന് ഈ സെല്ലിൽ ഫോട്ടോ എടുത്ത് അവൻ്റെ ചേട്ടനെ അയച്ചു കൊടുത്തു. ചേട്ടനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, പപ്പ നമ്മുടെ വീട്ട് ഏരിയയിൽ അകത്തും പുറത്തും എല്ലാം പാമ്പുള്ളതില്ലേ, ഒരുപാട് പാമ്പ് അടിച്ചു കൊന്നിട്ടുണ്ടല്ലോ, അത് പാമ്പ് കൊത്തിയതുപോലെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ചാടി എണീറ്റ് നോക്കിയപ്പം ആ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊത്തിയ 2 പാടുമുണ്ട്. അങ്ങനെ ഞാനിവനെ ഉടനെ ഞങ്ങൾ മുട്ടിന്മേൽ നിന്ന് കൃപാസനത്തിലുള്ള അമ്മയുടെ വിശുദ്ധ തൈലവും പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ എൻ്റെ ഓട്ടോയിൽ ഇട്ട് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയായിരുന്നു, റീത്ത ആശുപത്രി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞില്ല, ഞങ്ങളിവിടെ ചികിത്സിക്കത്തില്ല, ഇത് സർപ്പം കൊത്തിയിരിക്കുന്നു, 15 മിനിറ്റ് തന്നെ അവൻ ജീവനോടെ ഇരിക്കും, പെട്ടെന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ നിന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് ഒരു മരുന്നും കൊടുത്തിട്ടില്ല. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവൻ പറയുന്നത് എനിക്ക് ഛർദ്ദിക്കണം പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഇതുപോലത്തെ പേപ്പറിൽ, പ്ലാസ്റ്റിക് പേപ്പറിൽ ഛർദ്ദിക്കാൻ പറഞ്ഞ് ഛർദ്ദിച്ചതെല്ലാം രക്തമായിരുന്നു. എൻ്റെ പ്രാണം ആകെ തകർന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ഈ ഛർദ്ദിൽ ആദ്യമായിട്ട് രക്തം ഛർദ്ദിൽ ഞാൻ കാണുന്നു. അപ്പോൾ പാറശാല ആശുപത്രിയിൽ വെച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ കുത്തിയിരുന്ന അമ്മയുടെ കാശ് രൂപം അവൻ്റെ പോക്കറ്റിൽ കുത്തിയിട്ട് പറഞ്ഞ്, നിനക്കൊന്നും സംഭവിക്കുകയില്ല, അമ്മ നിൻ്റെ കൂടെയാണ്, ഇപ്പം നീ പേടിക്കണ്ട.
അങ്ങനെ ഇരുന്നവനാണ് പെട്ടെന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞ് രക്തം ഛർദ്ദിച്ച് അതിനുശേഷം ദേഹമൊക്കെ എല്ലാം മരവിക്കുന്നു. എനിക്ക് പിന്നെ പറയുന്നത് തല ചുറ്റിക്കൊണ്ടുവരുന്നു, പിന്നെ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ അവൻ എന്തൊക്കെയോ പറയുന്നു. അവൻ്റെ മുഖം നോക്കാൻ പറ്റുന്നില്ല, കരിനീല കളറായി, ആകെ വെളിച്ചെണ്ണ തയ്ച്ചതുപോലെ പളപള തിളങ്ങുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ, ഉടമ്പടിയിൽ ജീവിക്കുന്ന മകനാണ് ഞാൻ, എൻ്റെ മകൻ, ഞാൻ അവൻ്റെ അപ്പനാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മയുണ്ട്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മയുള്ള കാര്യം. പക്ഷെ അവനിതെല്ലാം മരണത്തിൻ്റെ സംഭവങ്ങളാണ് അവൻ പറയുന്നത്. ഒടുവിൽ പറഞ്ഞ വാക്ക്, എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണ് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ചരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൈകോർത്ത് അവനെ ആ ആംബുലൻസിലുള്ള സ്ട്രെച്ചറിൽ കിടത്തി. അവൻ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അനങ്ങുന്നില്ല, ചലനമില്ല, ശരീരമാകെ എല്ലാം നിലച്ച്, അതായത് ഡെഡായി, അവൻ ചത്തു. 1 മിനിറ്റ് ആകും. ഞാൻ അമ്മയോട് ചോദിച്ചതാണ്, അമ്മേ, ഉടമ്പടി ഇത്രയുമാണോ? ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകനല്ലേ, അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചത്, അവൻ ചത്ത് എന്ന് പറഞ്ഞ് ഞാൻ ചാടാൻ വേണ്ടി ഒരുങ്ങി. വണ്ടിയിൽ നിന്നും, ഓടുന്ന വണ്ടിയിൽ നിന്നും ചാടി. അപ്പം ആംബുലൻസ് ഡ്രൈവർ ചോദിക്കുന്നു, ഞാൻ വണ്ടി ഒതുക്കട്ടോ? വേണ്ട, വണ്ടി പോയിക്കോട്ടെ, മെഡിക്കലിൽ തന്നെ പോട്ടെ. അങ്ങനെ ഞാൻ ചാടാൻ ഭാവിച്ച് പിന്നെ അവനെ കിടത്തിയ ഇതിൽ നിന്ന് കൈ ഊരി മാറ്റി ചാടാൻ ഭാവിച്ചപ്പോൾ എൻ്റെ കൈക്ക് കയറി പിടിക്കുന്നവൻ. പിടിച്ചിട്ട് പറഞ്ഞു, അപ്പ എന്തിനാണ് കരയുന്നത്? എനിക്കേ അറിഞ്ഞുകൂടാ ഞാൻ ഏതവസ്ഥയിലാണ് കരയുന്നോ ചിരിക്കുന്നോ, എനിക്കേ അറിയത്തില്ല, ഞാൻ അവസ്ഥയിലാണ്. അവൻ്റെ മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വെപ്രാളം തോന്നി. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു. ഞാൻ ചാടാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവൻ കൈ പിടിക്കുന്നത്. അപ്പം എനിക്കൊന്നുമില്ല, തല ചുറ്റില്ല, ദേഹം മരവിപ്പില്ല, ഛർദിലില്ല, ഇച്ചിരെണ്ണം പോലെ ഒന്നും ഇരിക്കുന്നില്ല. ഐ ആം ഓക്കെ എന്ന് പറഞ്ഞ്. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് മനസ്സിലായി അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയ്ക്ക് കൊടാനോടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കലിൽ പോയി, മെഡിക്കലിൽ നിന്നത് ഞാൻ ചാടി, സ്റ്റെപ്പുണ്ട്, ചാടി ചവിട്ടിപ്പോയ സമയമാകുമെന്ന് പറഞ്ഞ് ഞാൻ ചാടി, അവന് പിറകെ ചാടി. ഡോക്ടർ ചോദിക്കുന്നു, ആരാണ് പേഷ്യൻ്റ്? ഞാൻ പറഞ്ഞ് ഇതാണ്. പിന്നെ എന്തിനാണ് പാമ്പ് പിടിച്ചവൻ ചാടിയത്? അങ്ങനെ വീൽ ചെയറിൽ ഉരുട്ടി അവനെ കൊണ്ടിട്ട് സ്ട്രെച്ചറിലാക്കി. പിന്നെ പല ടെസ്റ്റുകളെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ്, പയ്യൻ ആരാണ്? ഞാൻ പറഞ്ഞ് എൻ്റെ മകനാണ്. ആകെ വിഷം കംപ്ലീറ്റ് കയറി കഴിഞ്ഞ് എല്ലാം കരിനീല കളറായി. ഞങ്ങളെ കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ബ്ലഡ് പരിശോധിച്ച് 4 മണിക്ക് തന്നെ കിട്ടും. അത് കിട്ടിയതിന് ശേഷം അത് അറിഞ്ഞിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അതുകൊണ്ട് നിങ്ങൾ 3 ഫോം തന്ന് അതിൽ എഴുതി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവൻ വിശക്കുന്നതെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞ്, എന്ത് വേണമെങ്കിലും അവന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തോ. അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത അവന് 4 മണിവരെ അവന് ഒരു കുഴപ്പവുമില്ല. റിസൾട്ട് കിട്ടി. ഡോക്ടർ 4-5 ഡോക്ടർ അതിനെ ചുറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പേപ്പർ നോക്കിയിട്ടിരിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമാണോ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് അതിശയം തോന്നുന്നു, ഇത്രയ്ക്കും ക്രൂരമായ പാമ്പ് കടിച്ചത്. അവന് ബ്ലഡിൽ വിഷമില്ല എന്ന് വരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം, നിങ്ങൾ രാവിലെ 6 മണി വരെ ഇരുന്നോ? അപ്പോൾ ഇല്ല, മച്ചനന്മാരൊക്കെ എൻ്റെ അളിയന്മാരൊക്കെ വന്നിട്ട് പറയുന്നു, ഇല്ല, ഒന്നും ഇല്ലെന്നല്ലേ പറയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ രാത്രി തന്നെ പോവാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, സ്വന്തം മനസ്സോടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അങ്ങനെ എഴുതി വെച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു 4-5 ടെസ്റ്റ് 5 ദിവസം തുടരെ നിങ്ങൾ ലാബിൽ, അടുത്തുള്ള ലാബിലോ ആശുപത്രിയിലോ ചെയ്യണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പം അവിടെ ആ ടെസ്റ്റില്ല, പാറസ്ഥല ആശുപത്രിയിൽ മുല്ലക്കല്ലെന്ന് പറയുന്ന ലാബിൽ ഉണ്ടായിരുന്നു. അവിടെ 3 ദിവസം ഞങ്ങൾ ചെയ്ത്, ഒരു കുഴപ്പവുമില്ല, ബ്ലഡിൽ വിഷമില്ല. ആ സാക്ഷ്യം പറയാനാണ് വന്നത്. അമ്മയ്ക്കും തിരുമകനും 1000 കോടി നന്ദി. യേശു മാതാവിനും അമ്മയ്ക്കും നന്ദി. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാൻ പറ്റാത്ത പാവപ്പെട്ട മക്കൾക്ക് 4-5 പേർക്ക് ഉപകാരങ്ങളായിട്ട് ധനസഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രം കൊടുക്കലെന്ന് പറയുന്നത് ഓരോ ഹിന്ദുക്കളുടെ ഇടയിൽ ചെന്നാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അപ്പോൾ അടിയും ചീത്തവിളിയും ഒക്കെ എല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും അതിൽ ഈ സങ്കടമൊന്നുമില്ല.
കാരണം ഒരു ചിന്തയാണ് എനിക്ക് ഓടി വരുന്നത്. നമ്മുടെ തിരുസഭ ശക്തി പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. എന്നാലും വിശുദ്ധന്മാരുണ്ടായതുകൊണ്ടാണ് അത്രയ്ക്കേറെ ശക്തി, വളം. അവരുടെ രക്തം തിരുസഭയ്ക്ക് വളരെ വളമായിട്ട് മാറിയതുപോലെ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനവും സംസാരവും നോട്ടവും തിരുസഭയ്ക്ക് ശക്തി ഏകാനുള്ള ഒരു മരുന്നാണ്. ഓരോ മനുഷ്യനും ഓരോ വളമാണ് തിരുസഭയ്ക്ക് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് പത്രം കൊടുക്കൽ ഓരോ ഹൈന്ദവ മക്കൾക്കും അതുപോലെ ബന്ധകോസുകാർക്ക് അതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ചിലർ സന്തോഷമായിട്ട് ഏൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ കൃപാസനത്തിലോട്ട് വരാൻ ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട്, ഹൈന്ദവരും മുസ്ലിങ്ങളും. അങ്ങനെ പിന്നെ കുർബാന കുമ്പസാരം ഇവിടെ വന്നതിന് ശേഷം, ഉടമ്പടി എടുത്തതിന് ശേഷം പാപത്തിനെ വെറുത്ത് ഉപേക്ഷിക്കാനും പാപ സാഹചര്യങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കാനും വളരെ കരുതലോടെ ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. അത് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം മണ്ണിനെ മനുഷ്യനാക്കിയ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പക്ഷെ അസാധ്യമായത് ദൈവമില്ലാതിരിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. ദൈവമേ, എന്നെ വിട്ട് പിരിയാതെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു.